ഹായ് ഗൈസ്, രാവിലെ തന്നെ ഞാൻ എന്തായാലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഗൈസ്. സാധാരണ ഞാനിപ്പോൾ ഇത്രയും സമയത്ത് ഇങ്ങനെ രാവിലെ ഒന്നും എഴുന്നേൽക്കുന്നതല്ല ഗൈസ്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഒരു 8 മണിയായിട്ടുള്ളൂ. ഞാൻ സാധാരണ 10 മണിക്കാണ് ഗൈസ് എഴുന്നേൽക്കുന്നത്. അപ്പം ഗൈസ് ഇന്ന് നമ്മൾ നേരത്തെ എഴുന്നേറ്റ് ഗൈസ്. കാരണമേ ഞാൻ ഇന്ന് കറങ്ങാൻ പോകുന്നു വിചാരിച്ചു. സാരാ ഗൈസ് ഈ വിളിക്കുന്നത്. ഗൈസ് കമാൻഡറാ ഗൈസ്. അപ്പോൾ നമ്മുടെ കറങ്ങാൻ പോക്ക് മുടങ്ങി. ഹലോ ഫ്രാങ്ക്ലിൻ. എന്താ കമാൻഡറെ? സാർ ഫ്രാങ്ക്ലിൻ, എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. നീ നേരെ നമ്മുടെ മിലിറ്ററി ബേസിലോട്ട് വാ. ശരി സാർ. ഗൈസ് നമ്മൾ കറങ്ങാൻ പോക്ക് മുടങ്ങി ഗൈസ്. ഈ കമാൻഡർ എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും ഗൈസ് വിളിക്കുന്നത്. ഇങ്ങനെ കൊണ്ട് തോറ്റു. നമുക്കൊന്നും കറങ്ങാനും പോകാൻ പറ്റത്തില്ല. എന്തായാലും നേച്ചറൊന്ന് കുളിച്ചെടുത്തണം. നമുക്ക് ബന്യം മാറാം. എന്തായാലും എന്നെ മിലിറ്ററിയുടെ ഷർട്ട് വേണ്ട ഗൈസ്. എന്തായാലും ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ബാഗിൽ സ്കെൽറ്റൻ്റെ രൂപമൊക്കെ ഉണ്ട് ഗൈസ്. കാണുന്ന 10 പേരെങ്കിലും പേടിക്കട്ടെ ഗൈസ്. നമ്മളെ ഗ്യാങ്സ്റ്ററാണെന്ന് എല്ലാവരും അറിയട്ടെ ഗൈസ്. ഞാൻ എന്തായാലും നല്ല നേരെ ഗൈസ് നമ്മുടെ ഡിഫൻഡർ കയറി. ഗൈസ് അതെന്തുവാ ഗൈസ്? അതൊരു റോബോട്ട് അല്ല ആയിരിക്കും ഗൈസ്. ഇതെന്തോ ഗൈസ്, ഗോഡ്സിലാണോ അതോ? അല്ല ഗൈസ്, റോബോട്ടും അല്ലോ ആയിരിക്കും. പക്ഷെ എന്തായാലും എനിക്കൊരു പേടി ഗൈസ്. അത് ഇപ്പോൾ പേടിയുണ്ട് ഗൈസ്. കാരണം സീനാണ് ഗൈസ്. ഞാൻ എന്തായാലും പോവാണ് ഗൈസ്. അങ്ങോട്ട് പോവാണ് ഞാൻ എന്തായാലും ഗൈസ്. ഗോഡ്സിലെ കണ്ടില്ല ഗൈസ്. കണ്ടില്ല. റോബോട്ടാ കണ്ടില്ല. എന്തോ ആയാലും എന്തായാലും നേരെ ഗൈസ് ഞാൻ എന്തായാലും മിലിറ്ററി ഇപ്പോൾ വണ്ടി ആക്സിഡൻ്റ് ആണ് ഗൈസ്. ഞാൻ എന്തായാലും നേരെ ഗൈസ് മിലിറ്ററി ബേസിലോട്ട് പോവുകയാണ് ഗൈസ്. ഇതുവഴി പോവാലോ ഗൈസ്. ഇതുവഴിയാ പോകാനുള്ളൂ. ഇതുവഴി അങ്ങ് പോവാം ഗൈസ്. ഞാൻ എന്തായാലും വണ്ടി ഇടിച്ചു. അയ്യോ ഗൈസ്, നമ്മുടെ വണ്ടി കുത്തനെ മറിഞ്ഞു ഗൈസ്. ഇതാണ് ഗൈസ് മിലിറ്ററി ബേസ്. ഇവിടെ എവിടെയാണോ എന്തോ സാറ് ഇരിക്കുന്നത് ഗൈസ്. ഇതാണ്ട് ഗൈസ്, അതാണ്. അവിടെ ആരാ? അല്ലേ ഗൈസ്, അവിടെ ആരും ഇല്ല. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. പക്ഷെ ഇയാൾ എവിടെ പോയി കിടക്കുക ഗൈസ്? ഇയാൾ എവിടാണോ എന്തോ. ഇത് പെണ്ണാണ് ഗൈസ്. അയാൾ എവിടെ പോയി കിടക്കുവാണെന്ന് ഗൈസ്. അയാൾ ഇവിടാണെന്ന് എന്തോ ആണ് ഗൈസ് പറഞ്ഞത്. പക്ഷെ ഇപ്പം എവിടാണെന്ന് എനിക്കിപ്പം അറിയാൻ വയ്യ ഗൈസ്. ഇപ്പം എവിടാണോ എന്തോ വയ്യ. ഞാൻ എന്തായാലും നേരെ ഒന്ന് പോയി നോക്കട്ടെ. അയാൾ ഇവിടെ വല്ലതും കാണുമായിരിക്കും. പക്ഷെ ഞാൻ എന്തായാലും പോയി നോക്കുവാണ് ഗൈസ്. അയാൾ ഇവിടെ വല്ലതും കാണാനാണ് ഗൈസ് ചാൻസ് ഉള്ളത്. അയ്യോ ഗൈസ്, വണ്ടി ഇടിച്ചു. ജസ്റ്റ് മിസ് ഗൈസ്. നമ്മളിപ്പം ചത്തുപോയെന്നെ ഗൈസ്. ഞാൻ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. അയാൾ എവിടാണോ എന്തോ ഗൈസ്. ഞാൻ എന്തായാലും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാൻ പോകാൻ. ഫ്രാങ്ക്ലിൻ. എന്താ സാർ? ഫ്രാങ്ക്ലിൻ, വലിയൊരു കാര്യം ഉണ്ടാ. നമുക്ക് വണ്ടി ഇരുന്നാലും സംസാരിക്കാം. ശരി സാർ, വണ്ടി ഇരുന്നാലും സംസാരിക്കാം. ഫ്രാങ്ക്ലിൻ, നീ കണ്ടായിരുന്നു ഇവിടെ സിറ്റിയിൽ ഒരു ബോട്ട്സിൽ ഇറങ്ങിയത്? സാറേ, റോബോട്ടല്ലേ സാറേ വെറുതെ? ഫ്രാങ്ക്ലിൻ, അത് ഒറിജിനലാടാ. കടലിൽ നിന്ന് വന്നയാടാ. കടലിൽ നിന്ന് വന്നയാന്നാണ് ഗൈസ് നമ്മുടെ കമാൻഡർ പറഞ്ഞത്. അപ്പോൾ ഫ്രാങ്ക്ലിൻ, നീ ഒന്ന് പോയി പിടിക്കാൻ പറ്റുമോടാ അതിനെ? ഇത്രയും വലിയ സാധനത്തിനെയോ? നിനക്ക് കുറച്ച് ഞാൻ പൈസയൊക്കെ തരാം, ക്യാഷ് തരാം. ക്യാഷ് എത്ര ആയിരിക്കും? നീ ചോദിക്കുന്ന കാശിന് എന്താ നീ അതിനെ കൊന്ന? അങ്ങനെയാണെങ്കിൽ ഡീൽ. ഓക്കെ ഫ്രാങ്ക്ലിൻ, നീ ചോദിക്കുന്ന ക്യാഷ് ഞാൻ തരും. പിന്നെ അത് മാത്രമല്ല, നിനക്കൊരു നിസാൻ GTR തരാൻ. എന്നാൽ ശരി സാർ, ഞാൻ എപ്പോൾ പിടിച്ചെന്ന് ചോദിച്ചാൽ മതി. ഗൈസ്, ആദ്യമേ ഗൈസ് നമുക്ക് പോയി മൈക്കിളിനെ ഒന്ന് കാണാം. ശരി സാർ, ഞാൻ പോവാം. ശരി സാറേ. ഗൈസ്, നമ്മൾ സാറ് പോയിട്ടുണ്ട്. അങ്ങനെ ആദ്യമേ ഗൈസ് നമുക്ക് മൈക്കിളിനെ ഒന്ന് പോയി കാണാം. ഗൈസ്, ഫ്രാങ്ക്ലിൻ, നമ്മുടെ കമാൻഡർ വീണ്ടും വിളിക്കുന്നു ഗൈസ്. എന്തിനാണോ എന്തോ ഗൈസ്, പോയതല്ലേ ഗൈസ്, വീണ്ടും വിളിക്കുന്നു. എന്തിനാണോ എന്തോ. ഇയാൾ ഇയാൾ എങ്ങോട്ട് പോയി ഗൈസ്? ഇയാൾ ഓടിച്ച് ഇയാളെ കാണുന്നില്ലല്ലോ ഗൈസ്. ഇയാൾ എവിടെ പോയി ഇയാള്? ഗൈസ്, നമ്മുടെ കമാൻഡർ വിളിക്കുന്നുണ്ട്. ഫ്രാങ്ക്ലിൻ, നിനക്ക് ഞാൻ ഒരു വീഡിയോ നിനക്ക് ഞാൻ അയച്ചു തരാം ഫ്രാങ്ക്ലിൻ. അതിൻ്റെ യഥാർത്ഥ വലിപ്പം എല്ലാം അതിനകത്തുണ്ട്.
ആ ശരി സാറേ, സാർ അയച്ചാ ഒരു വീഡിയോ അയച്ചു തരാം, നോക്കട്ടെ അതെങ്ങനെയാണെന്ന്. ഗൈസ് നമ്മുടെ കമാൻഡർ എന്തായാലും അയച്ചു തരാമെന്നാണ് ഗൈസ് പറഞ്ഞത്. നമുക്ക് എന്തായാലും കാണാം ഗൈസ് അത്. ആ ഫ്രാങ്കിൽ ഞാൻ അയച്ചിട്ടുണ്ടേ. ആ കിട്ടി സാറേ, കിട്ടി. സൗണ്ട് ഗൈസ് കൊച്ചില്ല. എൻ്റെ ദേവമേ കൊന്നേ, ദേവമേ ഞാൻ ഓടിച്ചാത്തോട്ട് വെച്ചിട്ട് എൻ്റെ അമ്മ അല്ലെങ്കിൽ എന്നെ കൊല്ലും ഗൈസ്. അവൻ തടിയനാ ഗൈസ്, ഭയങ്കര മസിലല്ല ഗൈസ്, അവൻ ഭയങ്കര വലിയൊരു ആളാണ്. വലിയൊരു ഗോഡ്സില്ല. ഞാൻ ഗോഡ്സില്ല സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് ഇത്രയും വലിയതൊന്നുമല്ല ഗൈസ്. ഇവനെ പിടിക്കാൻ വേണം, ഇവനെ പിടിക്കണമെങ്കിൽ കിങ് കോങ്ങിനെ ഇറക്കേണ്ടി വരുമോ ഗൈസ്? എനിക്കതൊന്നും പറഞ്ഞൂടാ ഗൈസ്. നമുക്ക് എന്തായാലും ഒരു വീഡിയോ നോക്കാം. നിങ്ങളതിനെ കണ്ടോ ഗൈസ്? ഒരു വലിയതാ ഗൈസ് അത്. ഗൈസ് എനിക്കിതിനെ നേരിടാൻ പറ്റത്തില്ല ഗൈസ്. എനിക്കിതിനെ നേരിടാൻ പറ്റത്തില്ലെന്നാ ഗൈസ് തോന്നുന്നത്. അത്രയും വലിയ സാധനത്തിനെ ഗൈസ് നമ്മളെങ്ങനെ അടിച്ചിടും ഗൈസ്? അയ്യോ ഗൈസ്, എന്തായാലും മൈക്കിളിനെ ഒന്നായി കാണട്ടെ ഗൈസ്. അവന് വല്ല ഐഡിയ ഉണ്ടെങ്കിലേ പെട്ടെന്ന് ഇത് ചിലപ്പോൾ യൂസ് ആവും. എന്തായാലും മൈക്കിളിനെ ഒന്നായി കാണട്ടെ ഗൈസ്. ഇത്രയും വലിയ തടിയനെയാണോ ഗൈസ് നമ്മുടെ അടുത്ത് കമാൻഡർ പറയുന്നത് ഗൈസ്? അവൻ എയർപോർട്ടിലാണ് ഗൈസ്. ഗൈസ് നമ്മളെ അടുത്ത ഗൈസ് അവനെ ഞാൻ ഒരു വട്ടം അടിച്ചിട്ടാണ് ഗൈസ്. അപ്പം അവൻ്റെ ഫുൾ ദേഷ്യം വേണം നമ്മുടെ അടുത്ത്. എൻ്റെ അമ്മ മൈക്കിളിൻ്റെ വീടിനോടാ. അയ്യോ ഗൈസ്, നമ്മൾ ഇനി എന്തോ ചെയ്യും ഗൈസ്? മൈക്കിളിൻ്റെ വീടിൻ്റെ അടുത്ത് പോകുന്നു. ഗൈസ് അവൻ അവിടെ. ഗൈസ് നോക്കിയേ ഗൈസ്, അവൻ്റെ സൈസ് നിങ്ങൾ കണ്ടോ ഗൈസ്? എന്തായാലും ഓടിച്ചകത്തോട്ട് കയറ്റാൻ പറ്റുമോ ഗൈസ്? ഒന്ന് ശ്രമിച്ച് നോക്കാം ഗൈസ്. നമുക്ക് മൈക്കിളിനെ പോയി കണ്ടേ പറ്റത്തുള്ളൂ ഗൈസ്. നമുക്ക് ഗൈസ് മണിവാളി. മൈക്കിളിനെ പോയി കാണുന്നതിനെക്കാട്ടി നല്ലത് ട്രെവറിനെ പോയി കാണുന്നതാണ്. ഞാൻ എന്തായാലും ട്രെവറിൻ്റെ വീട്ടിൻ്റെ അടുത്തോട്ട് പോവാണ് ഗൈസ്. മൈക്കിളിനെ കാണുന്നതിനെക്കാട്ടി നല്ല ട്രെവറിനെ കാണുന്നതാണ്. അത് ചിലപ്പം വല്ലതും കിട്ടിയാന്നിരിക്കും. അത് ചിലപ്പോൾ നമ്മളെ മൈക്കിളിൻ്റെ നമ്മളെ ട്രെവറിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് ചിലപ്പം എന്തെങ്കിലും കിട്ടിയെന്നിരിക്കും. എന്തായാലും നമ്മുടെ ട്രെവറിൻ്റെ കിട്ടിയെന്നിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്കിത് ഹെൽപ്പ് കിട്ടിയെന്നിരിക്കും ഗൈസ്. അതുകൊണ്ട് എന്തായാലും നമുക്ക് കുറച്ച് ക്യാഷൊക്കെ കിട്ടുന്ന കാര്യമല്ലേ ഗൈസ്? ട്രെവർ ഇവിടെ എന്തായാലും നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും ഗൈസ്. എന്തായാലും നമ്മുടെ ഡിഫൻഡർ ഇവിടെ ഇടുവാണ് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മളെ ട്രെവറിൻ്റെ വീടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ട്രെവർ ഇല്ല. ഞാൻ എന്തായാലും തട്ടി നോക്കട്ടെ. ട്രെവറെ ഒന്ന് വാടാ. ട്രെവർ എന്തായാലും വന്നിട്ടുണ്ട് ഗൈസ്. വാടാ ട്രെവർ. ഗൈസ് നമ്മൾ ട്രെവർ പറയുന്ന ഗൈസ് നമ്മുടെ ട്രെവറിൻ്റെ KTM പോകുന്നതാണ്. അത് ശരിയാടാ, നീ വാ നോക്ക് ഗൈസ്. നമുക്ക് എന്തായാലും KTM. ഫ്രാഗിൾ നീയാണോടാ ബൈക്ക് ഓടിക്കുന്നത്? നമുക്ക് ഓടിക്കാൻ അറിയാമോ? നീ പ്രൊഫഷണൽ ഡ്രൈവറിൻ്റെ അടുത്താണോടാ പറയുന്നത്? എടാ ഫ്രാങ്കിളിൻ്റെ നീ ആദ്യം ഹെൽമെറ്റ് ഹെൽമെറ്റ് എന്തി അതിന് വണ്ടിക്കകത്ത്? അത് ഉറക്കകത്തുണ്ട്. കിട്ടി. ഹെൽമെറ്റ് ഒന്നും ഇനി വേണ്ട, ബോറ്. അതൊന്നും ഇനി വെക്കണ്ട. ആര് കാണാനാ? ഇത്രയും വലിയ ഓച്ചിലെ പിടിക്കുന്നത് തന്നെ നമ്മളാണ്. നമ്മളെ ഒരു പോലീസും ചോദിക്കാം അവനാണോ ഗൈസ്? അല്ല ബിൽഡിങ് ഞാൻ അവനായിരിക്കുന്നു. ആ ഗോഡ്സിലെ അവൻ എന്ത് ചെയ്യേ ഗൈസ്? അവനെ ഇവിടെ ഹെഡ്ഷൂട്ട് വെച്ചാലോ? അതിന് മുമ്പേ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട് ഗൈസ്. കുറച്ച് ഗൺസൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് പോകണം. എടാ ഫ്രാങ്ക്ലിനെ നീ വിഷമിക്കണ്ടാ. ഈ വണ്ടിയുടെ അടിയിൽ ഇഷ്ടം പോലെ ഗൺസ് ഉണ്ട്. ഉണ്ടോടാ? അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിലും കുറച്ച് ഗൺസൊക്കെ ഉണ്ടല്ലോ. ഫ്രാങ്ക്ലിൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാം. നീ എന്തായാലും പെട്ടെന്ന് ഗൺസ് ഇട്.
ഇന്നാടാ ഫ്രാങ്ക്ലിൻ. നോക്കട്ടെ. ഉണ്ട്. ഗൈസ് അവനെ അടിക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എടാ നീ ഞാൻ പറയുന്ന സ്ഥലത്ത് നിന്ന് വെടിവെച്ചാൽ മാത്രം മതി, ഞാൻ അവനെ തൂക്കിക്കോളാം. ഓക്കെ ഫ്രാങ്ക്ലിൻ. ഗൈസ് നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഗൂഡ്സിൽ അടിച്ചിടണം ഗൈസ്. എന്തായാലും അവനെ അടിച്ചിടാൻ പോവാണ് ഗൈസ്. അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും പോയി ഓടിപ്പോയി ചെയ്യുക ഗൈസ്. എന്നാലേ ഗൈസ് നമുക്ക് ഈ തടിയും ഗൂഡ്സിൽ അടിച്ചിടാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഗൈസ് ഇവിടെ വിടങ്ങാണ്ടാണ് ഗൈസ് അവൻ്റെ വീടും കാര്യങ്ങളൊക്കെ വരുന്നത്. വീടല്ല ഗൈസ്, അവൻ നിൽക്കുന്നത് ഇവിടെ വിടങ്ങാണ്ടാണെന്നാണ് ഗൈസ് ഞാൻ അറിഞ്ഞത്. ഗൈസ് നമുക്കെന്തായാലും ഇങ്ങോട്ട് ഇവിടെ അതാണ്ട് കണ്ട് പണിയെടുക്കാം. പണി വെച്ചിട്ടുണ്ടാ ഗോഡ്സില. ഗൈസ് അവൻ അതും കഴിഞ്ഞു പോകുന്നൊക്കെ തീർന്നു. നമുക്കെന്തായാലും അവനെ ഇവിടെ നിന്നൊന്ന് അടിച്ചാലോ. ഇവിടെ നിന്ന് അവനെ അടിക്കാം. സ്നൈപ്പർ എടുക്കാം ഗൈസ്. നമുക്ക് എന്തായാലും അവനെ സ്നൈപ്പർ വെച്ചിട്ട് അടിക്കാനാണ് ഗൈസ് എൻ്റെ പ്ലാനും കാര്യങ്ങളും. എടാ ഫ്രാങ്ക്ലിൻ ഇത് വേണോടാ? എടാ നീ പേടിക്കണം, നമുക്ക് ക്യാഷ് ഇടുന്നു. അവനെ അടിക്കടി ചത്തോ. പോലീസ് അയ്യോ ഗൈസ് അടിക്കട്ടോ. ചോദിച്ചിട്ട് ഗൈസ് എൻ്റെ അമ്മ കേറടാ ഫ്രാങ്ക്ലിന്. എടാ അല്ലെങ്കിൽ നീ ഇവിടെ അവൻ വരുവാണെങ്കിൽ ഇല്ല അടി, ഞാൻ അവനെ അവിടെ പോയി അടിക്കാം. എടാ ഫ്രാങ്ക്ലിൻ ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, നമുക്കങ്ങ് അടിച്ചാലോ. അടിക്കാം. എന്തായാലും അവനെ അടിക്കുവാണ്. എടാ നെയിം കിട്ടുന്നില്ലടാ ഇവനെ അടിക്കാൻ വേണ്ടി. നമുക്ക് എയർപോർട്ടിൽ ഇറങ്ങേണ്ടി വരുമോ? അതും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇറങ്ങേണ്ടി വരും, എയർപോർട്ടിൽ ഇറങ്ങേണ്ടി വരും ഇവനെ അടിക്കണമെങ്കിൽ. ഗൈസ് ഇവനെ അടിക്കുന്ന ഞാൻ വേണമെങ്കിൽ പാർട്ട് 2 വീഡിയോ ഇടാം ഗൈസ്. ഇവനെ ഇപ്പോൾ ഒന്നും അടിക്കലും നടക്കത്തില്ല ഗൈസ്. വാലിക്കൊണ്ട് ഗൈസ് ഇവനെ അടിക്കുന്നത് ഗൈസ് ഞാൻ എന്തായാലും പാർട്ട് 2 ഇടാം ഗൈസ്. അപ്പം പാർട്ട് 2 ഇടാം. അപ്പം എല്ലാവർക്കും ബൈ. എല്ലാവരും പാർട്ട് 2 കാണും. അപ്പം എല്ലാവർക്കും ബൈ.